ഹലോ മച്ചന്മാരെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ OB48 ശേഷം അപ്ഡേറ്റിൽ എൻ്റെ സെൻസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മളെ സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻ്റർ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ സെർച്ച് ബാറത്ത് പോയിൻ്റർ സ്പീഡെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. ഒരു ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഏറ്റവും താഴത്തെ നിങ്ങൾക്ക് കാണുന്നതാണ്. അത് നിങ്ങൾക്ക് ഒരു 80 to 90% വയ്ക്കുക. ഓക്കെ, 80 to 90% വെച്ചതിന് ശേഷം നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് പോയിൻ്റർ സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്വിച്ച് ആക്സസ്. ഓക്കെ, സ്വിച്ച് ആക്സസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ വരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് നേരെ സെറ്റിങ്സിലോട്ട് കയറുക. സെറ്റിങ്സിലോട്ട് കയറിയിട്ട് ഈ ഒരു ഓട്ടോ സ്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓട്ടോ സ്കാൻ ടൈം എന്ന് കാണുന്നുണ്ടാവും. അത് 1 സെക്കൻഡിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അത് 0.5 ആക്കി കൊടുക്കുക. പിന്നെ ഡിലേ ഓൺ ഫസ്റ്റ് ടൈം എന്നുള്ളത് 0.1 സെക്കൻഡ് ആക്കുക. അത് 10 സെക്കൻഡ് ആയിക്കോളും. പിന്നെ നമ്പർ ഓഫ് സ്കാൻ. ഓക്കെ, സ്കാൻ എന്നുള്ളത് 4 ലൂപ്പ് ആക്കുക, 4 നെറ്റ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് അവിടുത്തെ ഇത് കഴിഞ്ഞ് അതിനുശേഷം കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക. കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ സെലക്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഓഫ് ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓണാക്കി ഇടുക. അതിനുശേഷം വീണ്ടും ജസ്റ്റ് മുകളിലോട്ട് പൊക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ഇഗ്നോർ റിപ്പീറ്റ് പ്രോസസ് ഉണ്ട് കാണുന്നത്. അത് നിങ്ങൾ 0.01 സെക്കൻഡ് എന്നാണ് ഉണ്ടാവുക. അത് ജസ്റ്റ് 0.1 സെക്കൻഡ് ആക്കുക. ഓക്കെ, 1 ആയില്ല. ഓക്കെ, 0.1 ആക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും 0.10 സെക്കൻഡ് ആയിക്കോളും. അത് കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ അടുത്ത ആക്സസിലോട്ട് കിടക്കാം. അതിനുശേഷം നമുക്ക് ടോക്ക് ബാക്ക് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ടോക്ക് ബാക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇത് കാണും. ഇതിനകത്ത് സെറ്റിങ്സിനകത്ത് കയറുക. ആപ്പ് ഇൻഫോം കയറിപ്പോയി. ഓക്കെ, സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഫീച്ചേഴ്സ് കാണുന്നതിന് അതിലായിട്ട് കസ്റ്റം ഗസ്റ്റർ എന്ന് കൊടുക്കുക. കസ്റ്റമൈസ് ഗസ്റ്റർ. ഓക്കെ, ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ റീസെറ്റ് ഗസ്റ്റർ സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയത് തൊട്ട് ഫസ്റ്റ് തൊട്ട് എല്ലാം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടാപ്പ് ടു അസൈൻ എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷനില്ലേ, 1 ഫിംഗറിനകത്ത് എല്ലാം അത് സെയിം പോലെ ആക്കി കൊടുക്കുക. എല്ലാം അതിനകത്തുള്ള 1 ഫിംഗറിനകത്തുള്ള എല്ലാം ഇതാക്കി കൊടുക്കുക. അതിനുശേഷം നേരെ കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഫിംഗർ കാണാൻ പറ്റും. ഓക്കെ, 3 ഫിംഗറിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതുപോലെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കാണുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ആക്റ്റീവ് കൊടുക്കുക. ഓക്കെ, ആദ്യത്തെ 4 എണ്ണം നിങ്ങൾ ആക്റ്റീവ് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഉള്ള 3 ഫിംഗറിനകത്തുള്ള പരിപാടി കഴിയും. ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക എല്ലാവരും മാക്സിമം. ഇപ്പോൾ ടാഗ് ബാക്കിലെ ഈ ഒരു പരിപാടി കഴിഞ്ഞ് അതിനുശേഷം കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു ഓപ്ഷൻ ഒന്ന് ബാക്ക് അടിക്കാം. ഓക്കെ, അവിടുന്ന് ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ടൈപ്പിംഗ് പ്രിഫറൻസ് പറഞ്ഞ് കാണുന്നത് അതിലേക്ക് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴത്തെ ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ എന്നുണ്ട്. അത് 0.5 സെക്കൻഡ് കൊടുത്തേക്ക്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് അടിക്കുക. ടാഗ് ബാക്ക് നിന്ന് ഒന്നുകൂടി ബാക്ക് അടിക്കുക. എന്നിട്ട് നമുക്ക് അടുത്തൊരു സെറ്റിങ്സ് നമ്മുടെ DPI ആണ്. ഓക്കെ, DPI നിങ്ങൾ സ്മാളസ്റ്റ് വിത്ത് അടിച്ചു കൊടുത്താൽ മതി. അടിച്ചു കൊടുത്ത് നേരെ അതിലോട്ട് പോകും. ഇപ്പം എൻ്റെ ഡിഫാൾട്ടാണ് കിടക്കുന്നത്. ഡിഫാൾട്ട് മാറ്റിയിട്ട് 512 കൊടുക്കുക. ഓക്കെ, പിന്നെ വിൻഡോസ് കാർ ആനിമേഷൻ നിങ്ങൾക്ക് ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് 1x കൊടുക്കുക, അല്ലെങ്കിൽ 1.5x കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവൈസ് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ ഓടും. പിന്നെ നമുക്ക് നോക്കുന്നത് ഡുവൽ ഓട്ടോ ക്ലിക്കിങ്. ഓക്കെ, ഓട്ടോ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മീഡിയമോ അല്ലെങ്കിൽ ലോങ് ആയിരിക്കും നിങ്ങൾക്ക് അത് കസ്റ്റം കൊടുക്കുക. എന്നിട്ട് ഫുള്ള് 0 വയ്ക്കുക. 0.28 അങ്ങനെ കിടക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ നിങ്ങൾ നേരെ സ്ക്രോൾ ചെയ്തിട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ആ ഒരു ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫ്രഷ് റേറ്റ് എന്ന് താഴെ കാണുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ 60 ഹെർട്സാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കൂട്ടും തോറും ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇങ്ങനെ പെട്ടെന്ന് കുറയാനൊക്കെ തുടങ്ങും. അപ്പോൾ എത്ര കൂട്ടുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ആയിട്ട് അത്ര ഉള്ളത് 120 ആണെങ്കിൽ 120, എത്ര കൂടുതൽ വെച്ചാൽ അത് ആക്കിയിടുക. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഗെയിമിനകത്തുള്ള സെറ്റിങ്സാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ഫ്രീ ഫയറിലോട്ട് കയറാം. ഫ്രീ ഫയറിലോട്ട് കയറുക. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുകയാണ്, ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 10K ആണ്. ഓക്കെ, ഈ ഒരു മാസം കൊണ്ട് 10K ആയ അത്രയും നല്ലത് കണ്ടിരിക്കുകയാണ്. ഓക്കെ,
നമ്മൾ ഗെയിമിൽ കയറിയതും ചെയ്യാൻ നമ്മൾ ഇൻവൈറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് നേരെ ഗ്രൂപ്പിലൊക്കെ കയറി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ട്രെയിനിങ്ങിലോട്ട് കയറുന്നതിന് ശേഷം നിങ്ങൾ ആദ്യം 2 ഗണ്ണ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ 2 ഗണ്ണ് എടുത്തിട്ട് വരാം. ഗണ്ണെടുത്തിട്ട് വന്നിട്ട് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള സെൻസെറ്റ് വെച്ചിട്ട് കയറുന്നുണ്ടോ നോക്കുക. ഓക്കെ, കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് 0-ലിട്ട് നോക്കിയിട്ട് ഫസ്റ്റ് തൊട്ടൊന്ന് നോക്കുക. ഓക്കെ, ജനറൽ എന്തായാലും 150, ജനറൽ 150 വെച്ചിട്ട് നോക്കുക. ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു ഹെഡ് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. 0 വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും കയറുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അത് മാറ്റിയിട്ടൊരു 110 എങ്ങാണ്ട് വെച്ച് നോക്കുന്നുണ്ട്. 110 വയ്ക്കുമ്പോൾ ഇനി കയറുന്നുണ്ട് നോക്കണം. ഇത് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഹെഡ് കയറുന്നുണ്ട്. തലയുടെ അടുത്ത് വെച്ച് ലോക്കായിട്ട് വീണ്ടും ബോഡി തന്നെ ലോക്കായിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കൂട്ടുന്നതായിരിക്കും നല്ലത്. അതോ അല്ലെങ്കിൽ ജസ്റ്റ് ഫുള്ളാക്കിയിടുക. ഹൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഹൈൻ്റെ ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ ആക്കിയിടാം. ഞാനിപ്പോൾ ഒരു 192, ഓക്കെ 191 വെച്ച് നോക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെഡ് കയറുന്നുണ്ട്. 1, 2, ഓക്കെ 2 വിളക്കും ഹെഡ് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. ഈ ഒരു സെൻസി വന്നിട്ട് M80-കകത്ത് ഫുള്ള് ഹെഡ് കയറുന്നുണ്ട്. പക്ഷേ ഡെസേർട്ടിനകത്ത് അത്യാവശ്യം റീകോയിൽ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്ടണിനകത്തും. പക്ഷേ M80-ക്ക് നല്ല ഷോർട്ട് ഗണ്ണിനകത്ത് നല്ല രീതിക്ക് ഹെഡൊക്കെ കയറുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ കസ്റ്റമൊക്കെ ഇട്ടിട്ട് നമുക്ക് ട്രൈ ഒക്കെ അടിച്ച് നോക്കാം. കസ്റ്റോടെ നമ്മൾ നേരെ ലോബിലോട്ട് പോകണം. ലോബിലോട്ട് പോയതിന് ശേഷം ഐ.ടി പാസ്വേഡൊക്കെ ഇടുക. डन सेटिंग ऑन आकर अराउंड कोइंस एक्सेट्रा वहारा हम लोग करने वाले हैं. അതിന് ശേഷം ലിമിറ്റഡ് എമോ ഒക്കെ ഇടുക. അപ്പം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പുറത്ത് സിയാൻ ഡോൺ ഫ്ലെമിംഗോ അക്കോ 369, ഓക്കെ മരൊക്കെ കളിക്കുന്നത്. അപ്പം നേരെ ഫസ്റ്റ് റൗണ്ട് കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. ഈ ഒരു കളി ഹെഡ് കയറുന്നില്ല ഡെസേർട്ടിനകത്ത്. അപ്പോൾ നമ്മളെ വണ്ടി നടി കൊണ്ട് ചത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത റൗണ്ടെങ്കിലും കളി എടുക്കേണ്ടി വരും. അടുത്ത നാൾ നമുക്ക് M80 കൊണ്ട് കളിയാം. ഡെസേർട്ട് കൊണ്ട് അടിച്ചിട്ടാണ് ഹെഡ് കയറാണ്ടിരിക്കുന്നത്. എന്തായാലും വീഡിയോ ഒത്തിരി ലോങ് ആക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഗെയിം പ്ലേ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും മാച്ച് ചെയ്യാം. Taking the world, you'll see. They'll be calling me, calling